ശ്രീ എം കെ ഹരിദാസ്, കണക്കിലെ കളികൾ കൊണ്ട് നട്ടം തിരിയുകയാണ്. കേരളം പറയുന്നു കേന്ദ്രമാണ് കള്ളങ്ങൾ പറയുന്നത്, കേന്ദ്രം പറയുന്നു കേരളമാണ് കള്ളങ്ങൾ പറയുന്നത് എന്നുള്ളത്. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ആശാ വർക്കർമാരുടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഹൂ ഈസ് റെസ്പോൺസിബിൾ? ആരാണ് ഇവരുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം? അത് സംസ്ഥാന സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങളുടെ ചുമതല കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങി സംസ്ഥാനത്ത് ആരാണോ അതിന്റെ ഗുണഭോക്താക്കൾ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കുക. ഒരു ബ്രാൻഡിങ് പ്രശ്നത്തില് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലെ ആശാ വർക്കർമാർക്ക് നൽകേണ്ട ഓണററിക്കും അതുമാതിരി തന്നെ അവർക്കുള്ള മറ്റ് ഗ്രാന്റുകൾക്കുമുള്ള ഒരു ധനസഹായത്തിന് കേന്ദ്രത്തിന്റെ ഒരു ബ്രാൻഡിങ് വേണം, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ആളാണ് ഈ വീണ ജോർജ്. അപ്പൊ ഇവർക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ പേരിൽ തന്നെ വലിയൊരു തുക ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കേണ്ടത് ലാപ്സ് ആയി പോയിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കെ ഈ നിലവിൽ ഈ പാവപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിൽ അങ്ങേയറ്റം താഴേക്കടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാര്. ഈ കോവിഡ് കാലത്ത് ഈ മുഖ്യമന്ത്രിക്കും ഈ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്ക് കിട്ടിയ കയ്യടിയുടെ 70% ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഈ പാവങ്ങളാണ്. അവരുടെ കുടുംബത്തിലേക്ക് ഒരു കോവിഡ് രോഗിയുടെ വീട്ടിൽ പോയി അവരെ പരിചരിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് വരുമോ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ ആ കോവിഡ് കാലത്ത് ഏകദേശം 19-20 മാസം തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിൽ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നത്, ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനേക്കാൾ ഇന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഈ പാവങ്ങളുടെ ഈ സമരം 32 ദിവസം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അങ്ങേയറ്റം വലുതാണ്. ടീച്ചർ ഇവിടെ കുറച്ച് കണക്ക് പറഞ്ഞതിൽ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക. ടീച്ചറെ, എയ്ഡ്സ് ബാധിതർക്ക് 1000 രൂപ ധനസഹായം നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ. ഈ 1000 രൂപയിലെ 12.6 കോടി രൂപ കുടിശ്ശികയാണ്. അതായത് കഴിഞ്ഞ 18 മാസമായിട്ട് ഈ എയ്ഡ്സ് ബാധിതരായിട്ടുള്ളവർക്ക് ഈ പൈസ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ തൊഴിലില്ലായ്മ വേതനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാണം കെട്ടൊരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇവിടെ തൊഴിൽ കൂടിയിട്ട് തൊഴിൽ ചെയ്യാൻ ആളില്ലെന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 33,688 പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 22,670 സ്ത്രീകളാണെന്നുള്ള കാര്യവും നിലനിൽക്കെ 120 രൂപ 1674 പേർക്ക് 120 രൂപ തൊഴിലില്ലായ്മ വേതനം നൽകുന്നുണ്ട്. എന്താണ് ഈ 33,600ഓളം പേരിൽ ഈ 1670 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ 120 രൂപ നൽകാനുള്ള മാനദണ്ഡം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇത്തരത്തിൽ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞിട്ട് മടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്തോ ആവട്ടെ, 1670 പേർക്ക് ഈ 120 രൂപ നൽകാൻ മാസം വേണ്ടത് 1,20,000 രൂപയാണ്. അത് കഴിഞ്ഞ 6 മാസമായിട്ട് അത് ഡ്യൂ ആണ് നമ്മുടെ കേരളത്തില്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഡ്യൂ അല്ലാത്ത കുറെ കാര്യങ്ങൾ അറിയണം. KV തോമസിന് കിട്ടേണ്ടതായിട്ടുള്ള പൈസ കൃത്യമായ സമയത്ത് കൃത്യമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്തിക്കുന്ന കാര്യത്തിൽ വളരെയധികം ദത്തശ്രദ്ധരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അദ്ദേഹം അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് അറിയാം. അദ്ദേഹത്തിന് പാവം ഒരു സംസ്ഥാന സർക്കാരിന് ഒരു കത്തയക്കണമെങ്കിൽ സ്റ്റാമ്പ് വാങ്ങാൻ പോലും പൈസ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് KV തോമസിനെ സഹായിക്കുന്നു. PSC ചെയർമാൻ അങ്ങേയറ്റം കഷ്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യാതൊരുവിധ യുദ്ധം കൂടാതെ പൈസ വാരിക്കോരി കൊടുക്കും. എല്ലാം പിണറായിയുടെ ആ മഹനീയമായ പ്രസംഗം അച്ചടിച്ച് പുറത്തിറക്കാൻ 4 കോടിയല്ലേ സാർ? അതെ, 4.5 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പൈസക്ക് യാതൊരു കുറവുമില്ല. CAGയുടെ റിപ്പോർട്ടിലെ 2023 പറഞ്ഞിട്ടുള്ളത് എന്താ? 26,686 കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല. അപ്പൊ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട ഒരു സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തില് ഈ 32 ദിവസം
അടിസ്ഥാനമായിട്ട് ഈ പാവപ്പെട്ടവരുടെ ഈ സമരം തീർത്തിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഖജനാവിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടെങ്കിലും അവർ ചോദിക്കുന്ന ഡിമാൻഡുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അല്ല ഹരിദാസ്, ഇപ്പൊ തന്നെ ഞാൻ പറയാം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചത് കണ്ടില്ലേ താങ്കൾ? അതായത് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചേ ഇവർ പോകൂ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ. പക്ഷെ ഞാൻ അതിന് പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ സുരേഷ് ബാബു പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, താങ്കൾ പറഞ്ഞു. ഈ കേരളം ഇപ്പൊ ഈ 65 വയസ്സായ ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് സമരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹർത്താലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ആവശ്യമായിട്ടുള്ള സമരങ്ങൾ ഒരു 10% നടന്നിട്ടുള്ളതെങ്കിൽ ആ 10% ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഈ ആശാ വർക്കർമാരുടെ സമരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിജയം കാണാതെ അവര് പടിയിറങ്ങരുത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ എളമരം കരീമിന്റെയും കെ എൻ ഗോപിനാഥിന്റെയും വിചാരം എന്താ? ആ കൂടിയിരിക്കുന്നവർ മുഴുവൻ BJP-ക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുമാണെന്നൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് 36,000 വോട്ടിന് ഈ നമ്മുടെ ചേലക്കരയിൽ ജയിച്ച രാധാകൃഷ്ണന്റെ സ്ഥലത്ത് കേവലം 12,000 വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. ധർമ്മടത്ത് വരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുഖ്യമന്ത്രിയുടെ അവിടെ തന്നെ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം ഇവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകത്തിന്റെ കുറവ്, പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകക്കുറവ് ഇവർക്ക് ധാരാളം ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. കാരണം ഇവർ ആർക്കാണ് ഇവർ കീഴടങ്ങാൻ പോകുന്നത്? താഴെത്തട്ടിൽ, കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ഒരു വരുമാനക്കാരായ കുറച്ച് സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മതിൽ കെട്ടിയിട്ട് 50 കോടി കളഞ്ഞവർക്ക് ഈ പാവപ്പെട്ടവരെ വിളിച്ചിട്ട് ഒരു ചർച്ച നടത്താൻ നാളിതുവരേക്ക് തയ്യാറാകാത്തതിന്റെ എന്ത് മാനദണ്ഡമാണ് ഇവർക്ക് ഇതിന് പറയാനുള്ളത്? എം കെ ഹരിദാസ്, ഈ സമരത്തിന് പിന്നിൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും അർബൻ നക്സലുകളൊക്കെ അല്ലേ? അപ്പം ഫണ്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ആശാ വർക്കർമാർക്ക്. അവരാണല്ലോ ഇറക്കിയിരിക്കുന്നത് ഇവരെ. എന്തൊരു അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പറയുന്നത്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇത്തരത്തിലൊരു ഫണ്ട് വന്നിട്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാൻ ഇത്തരത്തിൽ അല്പന്മാർക്കല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ആവുമോ? 1000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സജി ചെറിയാൻ എന്ന മന്ത്രി പറയുന്നത് എന്താ? 233 രൂപയ്ക്ക് കേരളത്തിൽ ഭംഗിയായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഈ സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഈ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വെച്ചിട്ട് ഇവർക്ക് ഈ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷേ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എങ്കിലും കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് അതിൽ സുരേഷ് ഗോപി 4 or 5 പ്രാവശ്യം ഈ സമരപ്പന്തലിൽ വന്നിട്ട് ഈ സമരം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ സമ്മതിക്കുന്നു. ടാർപാളിന് അഴിച്ചു പോയപ്പോൾ കൊട കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് അദ്ദേഹം നമ്മുടെ പൊങ്കാലച്ചോറ് കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള സൽപ്രവർത്തികളൊക്കെ അഭിനന്ദിക്കുമ്പോൾ തന്നെ പ്രോട്ടോകോൾ പ്രകാരം ഒരു കേന്ദ്രമന്ത്രിയുടെ താഴെയാണ് സംസ്ഥാനത്തെ മന്ത്രിമാരെന്നിരിക്കെ ഈ വീണ ജോർജുമായോ ഈ ബാലഗോപാലനുമായോ ഒരു ചർച്ചയ്ക്ക് ഇവരെ കൊണ്ട് എന്ന് എത്തിക്കത്തക്ക തോതിലൊരു നടപടിയെടുക്കാൻ സുരേഷ് ഗോപിക്കും ശ്രീ കുര്യനുമായിട്ടില്ല എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റം വേദന നൽകുന്നുണ്ട്. കാരണം ആരെങ്കിലും ഇടപെടാതെ ഈ സമരം തീർക്കാൻ നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടി തയ്യാറാവില്ല. കാരണം അവർ ഇതെന്തോ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഈ സമരം നയിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരോട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പളുങ്കുപാത്രം താഴെ വീണ് ഉടയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിയ സാഹചര്യത്തില് ഇതിന് മുൻകൈയെടുക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കില്ല. ഇവിടുത്തെ സാഹിത്യ നായകന്മാർക്ക് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ ശ്രീ സുരേഷ് ഗോപിയും കുര്യനും ഇതിനൊരു മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഇവരെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സാധിക്കുമായിരുന്നു. ഇന്നലെ ഡൽഹിയിൽ നടന്നത് എന്താണ്? ശ്രീ നിർമ്മല സീതാരാമൻ ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന കേരള ഹൗസിൽ വന്ന് അദ്ദേഹത്തിനെ കാണുന്നു. അവിടെ ആരാണുള്ളത്? ഗവർണർ അവിടെ ഉണ്ട്. ഈ 5 പൈസ പ്രതിഫലം പറ്റാത്ത KB തോമസ് അവിടെ ഉണ്ട്. ഈ വിഷയം ഒന്ന് സംസാരിച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് നിർമ്മല സീതാരാമന്റെ മുൻപിലേക്ക് ഈ വിഷയം ഒന്ന് എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം സമ്മതിച്ചില്ല. കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള സഹായധനങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കത് ഒത്തുതീർപ്പാക്കാൻ സാധിക്കൂ എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ?
കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാവിധ ധനസഹായങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാം നുണയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവർ ഒരു 6 മാസം മുമ്പ് വരെ പറഞ്ഞിരുന്നു 56,400 കോടി രൂപ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അത് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇവർ സുപ്രീം കോടതിയിൽ കേസിന് പോയി. ശ്രീ അനിൽ നമ്പ്യാർക്ക് അറിയാം, 2,35,00,000 രൂപയാണ് ശ്രീ കപിൽ സിബാൽ എന്ന് പറയുന്ന വക്കീൽ അതിന് ഫീസായിട്ട് വാങ്ങിയത്. 2,35,00,000 രൂപ. ഇത് എന്തായി ഇപ്പൊ കേസിന്റെ കാര്യം? എന്താണ് സുപ്രീം കോടതി ആ കേസ് കേട്ടിട്ട് പറഞ്ഞത്? ഇവർ മുൻപോട്ട് വെച്ചിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ യാതൊരുവിധ അർത്ഥവത്തായ ഒരു തെളിവും അങ്ങനെ 56,000 കോടി കിട്ടാനുണ്ടെന്നോ അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഇടപെടുന്നുണ്ടോ എന്നുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഒരു ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടി ഇന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നം തീർക്കൂ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ചവിറ്റുകൊട്ടയിൽ കളഞ്ഞില്ലേ എന്താ പറയേണ്ടത് ആ ഹർജി. അപ്പൊ ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ലാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നുണ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി ഈ പാവപ്പെട്ടവരോട് നെഞ്ചത്ത് കയറിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു 32 ദിവസ സമരം അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള സാഹചര്യം ഇരിക്കുന്നത് സാക്ഷര കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമുക്കൊക്കെ അപമാനമാണ്. നമ്മളൊക്കെ നാളെ 33-ാം ദിവസമാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെറുതാവണം എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ സമരം തീർക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഇവർ സമൂഹത്തിന് വേണ്ടവരാണ്, നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടവരാണ്. ആ ബോധം ഭരിക്കുന്ന സർക്കാരിനില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാവണം. നമ്മളും ചിന്തിക്കാൻ തുടങ്ങണം. ഈ സമരം തീർത്തിട്ട് ഈ പാവങ്ങൾക്ക് അവർക്ക് അർഹമായ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അനിൽ നമ്പി.